ഇപ്പോൾ നമ്മളുള്ളത് വാഗമൺ ഏലപ്പാറ റൂട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് പുതുതായിട്ടൊരു റൂട്ട് വാഗമണ്ണിൽ നിന്ന് കുട്ടിക്കലിലേക്ക് ഒരു റൂട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. പുതിയ ആ റൂട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആ റൂട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ പുതിയ കുട്ടിക്കലിലേക്കുള്ള റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റോഡിൻ്റെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അവിടുന്ന് നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ ഉള്ള ഒരു റോഡിൻ്റെ ഒരു വീതിയും കാര്യങ്ങളൊക്കെയാണിത്. ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗം എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡും തേയിലത്തോട്ടങ്ങളും ഒക്കെ തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല കാഴ്ചകളാട്ടോ കിട്ടുന്നത്. ഇപ്പോൾ റോഡിൻ്റെ സൈഡിലെ സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, അത് നല്ല ഫിനിഷിങ്ങോടുകൂടി ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും നമുക്ക് തേയിലച്ചെടികളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ ഇവിടുന്ന് ഏത് സൈഡിലോട്ട് നോക്കിയാലും. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്കിത് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയ്ക്കും വീതിയിലാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. സാധാരണ നമ്മൾ വാഗമണ്ണിലേക്ക് വരുമ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ വരുന്ന റൂട്ടിൽ നമുക്ക് 2-3 സ്ഥലങ്ങളിൽ മാത്രമേ വണ്ടി നിർത്തി അത് കാണാനുള്ളൊരു സൗകര്യമുള്ളൂ. കാരണം ഇത്രയും വീതിയില്ല ആ വഴിക്ക്. പക്ഷേ ഈ റൂട്ട് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്, നല്ല വീതിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വലയ സൈഡിൽ കാണുന്ന കേട്ടോ തങ്ങൾപ്പാറയിലേക്കുള്ള അതിൻ്റെ കവാടം. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് ഇത് ചെയ്ത് പോകേണ്ട സ്ഥലം. അവിടെ ആ 1 കിലോമീറ്റർ എന്നും പറഞ്ഞ് എഴുതി വെച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞ് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ തങ്ങൾപ്പാറയുടെ ഒക്കെ ഒരു വ്യൂ ഇത്ര അടുത്ത് കാണാൻ പറ്റും. വേറെ ഇവിടുത്തെ റോഡുകളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് അകലെയായിട്ടാണ് നമുക്ക് ഈ ഒരു മല കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഈ റൂട്ടിൽ സഞ്ചരിക്കുമ്പം നമുക്ക് ഏകദേശം ഒരു 100 മീറ്റർ അടുത്ത് ഈ മലയുടെ ഒരു വ്യൂ കിട്ടും. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റോഡിന് മറ്റു വാഗമണ്ണിലെ റോഡുകളെ അപേക്ഷിച്ച് വീതി കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റോഡിൻ്റെ നീളം വരുന്നത് 14 കിലോമീറ്ററാണ്. അതായത് നമ്മളിപ്പോൾ ആ തങ്ങൾപ്പാറ എന്നും പറഞ്ഞ് ബോർഡ് കണ്ടില്ല, അവിടുന്ന് കുട്ടിക്കലിലേക്ക് 14 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇത് നമ്മൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു 2.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു വ്യൂ പോയിൻ്റാണ് സൈഡിൽ. ഇവിടെ നോക്കിയാൽ നമുക്ക് ആ താഴെ ഭാഗത്ത് കാണുന്ന മുണ്ടക്കയം ആ സൈഡൊക്കെ ആട്ടോ. നമ്മുടെ ക്യാമറയിൽ കറക്റ്റ് കാണത്തില്ല, ആ സ്ട്രെയിറ്റ് ദൂരത്ത് കാണുന്നത് മുണ്ടക്കയം ആ സൈഡൊക്കെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് ഈ സൈഡിൽ കൂടിയ. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നും മണ്ണൊക്കെ എടുത്ത് ആണ് കേട്ടോ ഈ ഒരു വീതി ഇവർ ഇതാക്കിയേക്കുന്നത്. പിന്നെ നമ്മുടെ വാഗമൺ മുട്ടക്കുന്നുകൾ പോലെ ഇവിടെയും അതുപോലെയുള്ള സ്പോട്ടുകളുണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കാണാൻ ഉള്ള സൗകര്യത്തിന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്, അഡ്വഞ്ചർ പാർക്ക് പോലെയുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു 3 കിലോമീറ്റർ അപ്പുറം സഞ്ചരിച്ച് വന്നപ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ ടാർ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പോകുന്നിടത്ത് ടാർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ വീണ്ടും ടാർ ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി പോയി നോക്കട്ടെ. നന്നായിട്ട് കോടയൊക്കെ ഇറങ്ങിയ വ്യൂ ഉണ്ടായിരുന്നേ. ഇവിടെയൊക്കെ വന്നപ്പോൾ വീണ്ടും ടാർ ചെയ്തിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ബാക്കി വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം
വണ്ടികളൊക്കെ ഇവിടെ സൈഡ് ഒതുക്കി, ഞാൻ പറഞ്ഞല്ലോ ഈ മുട്ടക്കുന്ന് പോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നതാണ്. എന്തായാലും നല്ല വീതിക്കാണ് ഈ റോഡ് ചെയ്തിരിക്കുന്നത്. വണ്ടികൾ താഴത്തേക്ക് പോവും, പക്ഷേ ഈ ടാർ ചെയ്യാത്തതുകൊണ്ടൊരു ചെറിയ കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളാട്ടോ ഉള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് താഴത്തേക്ക് ആ റോഡിൻ്റെ ഒരു വ്യൂ കിട്ടും. ഇങ്ങനെ ഹെയർ പിൻ ബെൻഡ് പോലെ വളവുകൾ ആയിട്ട് ഇങ്ങനെ റോഡ് താഴത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. നമ്മൾ ഇവിടെ വരെ ആട്ടോ വന്നുള്ളൂ. റോഡ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് താഴത്തോട്ട് അധികം പോയില്ല. ഇനി ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടി പോയാലാണ് നമ്മൾ കുട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുള്ളൂ. അപ്പോൾ എന്തായാലും അത് ആ ഒരു സെക്ഷൻ നമുക്ക് ഈ റോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു സ്ഥലമായിട്ട് കാണാം.